പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക. അങ്ങനെ വീണ്ടും കേരളത്തിൽ നിപ്പ പടർന്നിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് നിപ്പ ബാധിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം പറഞ്ഞത്. അതിൻ്റെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ കേട്ടത്. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും എമർജൻസി ആയിട്ടാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക, മാസ്ക് ഇടുക. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ തന്നെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അത് നമുക്ക് കേൾക്കാം. ഈ 14-കാരനാണ് ഇപ്പോൾ ഈ ഒരു നിപ്പ ബാധിച്ചിട്ടുള്ളത്. പാണ്ടിക്കാടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ സ്കൂളിൽ നിന്നും 5 പേരടങ്ങുന്ന സംഘം, അതായത് വയനാട്ടിലേക്ക് ടൂറ് പോയതാണ്. അവിടുന്ന് അമ്പഴങ്ങ വാങ്ങി കഴിച്ച ശേഷം കുട്ടിക്ക് പനി ഉണ്ടായി. ആ പനി ഉണ്ടായ ശേഷം അത് ഈ പറഞ്ഞ പോലെ തന്നെ പാണ്ടിക്കാട് ആരോഗ്യ കേന്ദ്രത്തിലാണ് തോന്നുന്നുണ്ട് ആദ്യം കാണിച്ചതിന് ശേഷം പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് മാറാതെ ആയപ്പോൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന് കോഴിക്കോട്ട് നിന്നാണ് ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടുള്ളതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഏറെ സങ്കടകരം തന്നെയാണ്. ഒരു അമ്പഴങ്ങ മൂലമാണ്, അമ്പഴങ്ങ വാങ്ങി കഴിച്ചതിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മക്കളെയൊക്കെ. എന്താ ഞാൻ പറയുന്നോട്, നമ്മളെ ഒരു കോലത്തിലും വെറുതെ വിടൂലെന്ന് തന്നെയാണ്. ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. എന്താ പറയും ഞാൻ. നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരുമിച്ച് പോകാണ്ട് നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വളരെയധികം പടർന്ന് പന്തലിക്കാൻ സാധ്യതയുള്ളൊരു കേസാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടി തന്നെ വളരെയധികം ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ ഇപ്പോൾ കണ്ടു. എന്തായാലും ഈ കുട്ടിയെ ആദ്യം ചികിത്സിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ഡോക്ടർമാരും അതുപോലെ നേഴ്സുമാരൊക്കെ ഇനിയിപ്പോൾ ക്വാറന്റൈനിൽ പോയി ഇരിക്കാവും ഏറ്റവും ബെറ്റർ. കാരണം കുട്ടിക്ക് ഇപ്പോൾ ഇതാണെന്നുള്ളത് 100% സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയുക കൈവിട്ട് പോയൊരു സാഹചര്യമാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ നിപ്പയാണെന്നുള്ളത് ഉറപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ആർക്കും തന്നെ ഇത് പടർന്ന് കൂടുതൽ പന്തലിക്കാണ്ട് നിൽക്കട്ടെ. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിപ്പയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ രോഗം. അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഭഗവാനെ ആർക്കും വരാണ്ട് നിൽക്കട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ഇതുമായി വന്ന് പങ്കുവെക്കുന്നത്. തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞോന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഓടി വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിപ്പ ചെറിയൊരു രോഗമല്ല. നിപ്പ എന്ന് പറയുന്ന വൈറസ് ഏറ്റവും നമ്മൾ പേടിക്കേണ്ടതാണെന്നുള്ള ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. വളരെയധികം ശ്രദ്ധിക്കുക, പുറത്തിറങ്ങാണ്ട് നിൽക്കുക, മാക്സിമം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാണ്ട് ഒന്നിനും പോവാണ്ടൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, മാസ്ക് ധരിച്ച് നടക്കുക.